ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഇരിക്കൂറിൻ്റെ എംഎൽഎ, മുൻ മന്ത്രിയും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളും സ്കൂളിൻ്റെ വികസന കാര്യങ്ങളും ഏറെ ശ്രദ്ധയിലിരുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീമാൻ കെ.സി. ജോസഫ് അവർ നമ്മുടെ പരിപാടി അദ്ദേഹമാണ്. ഈ ലൈബ്രറി കെട്ടിടത്തിൽ ഉദ്ഘാടനം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയകരിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷേർലി അലക്സാണ്ടർ, അതുപോലെ തന്നെ പ്രിയകരിയായിട്ടുള്ള ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഗൗരി ടീച്ചർ, ഹെഡ് മിസ്റ്റർ വിമല ടീച്ചർ, PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൃഷ്ണാജി, ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ ജോസിയേട്ടൻ, എല്ലാം ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സ്നേഹിതർ, നമ്മയെല്ലാം സംബന്ധിച്ച് വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു സ്കൂളിനെ സംബന്ധിച്ചുള്ള ദിവസമാണെന്ന്. തീർച്ചയായിട്ടും ഈ മലയോര പ്രദേശത്തെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളരെ നല്ല നിലയിൽ പാഠ്യ പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെ മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഇതിൻ്റെ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ സ്കൂൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മാനേജ്മെൻറ്റിലുള്ള കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളും ജില്ലാ പഞ്ചായത്തുകളുടെ മാനേജ്മെൻറ്റുകളുടെ കീഴിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സ്കൂളിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടി പരമാവധി ഇവിടുത്തെ PTA-യുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും ആദരണരായ നമ്മുടെ ഹെഡ് മാസ്റ്റർമാരുടെയും അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും എല്ലാം തീർച്ചയായിട്ടും അവരുടെ എല്ലാം ആഗ്രഹങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാനിവിടെ ഓർമ്മിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ മാസം 11-ാം തീയതി ഞങ്ങളുടെ ടേം കഴിയുമ്പോൾ ഏറ്റവും ചാരിതാർത്ഥ്യജനകമായി സ്കൂളിൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. അവർക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം നമ്മുടെ ഫണ്ടുകളുടെ വലിയ പരിമിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണ്ട് ഒരു 3 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെത് മാത്രമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ സ്കൂളിൻ്റെ കെട്ടിടങ്ങളുടെ അപര്യാപ്തത വളരെയേറെ വലുതായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഓടിട്ട കെട്ടിടം ഉണ്ടായിരുന്നില്ല, എല്ലാം ഓല കെട്ടിടമായിരുന്നു. അവിടെ നിന്ന് മാറി നമ്മൾക്ക് കോൺക്രീറ്റ് കെട്ടിടങ്ങളും നല്ല കുട്ടികൾക്ക് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ് റൂമുകളും എല്ലാം വിവിധ ഏജൻസികളുടെ സഹായത്തിൽ ഞാൻ നമ്മുടെ കെ.സി. ജോസഫ് MLA അദ്ദേഹമാണ് ഈ അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായിട്ടാണ് നമുക്കിപ്പോൾ ACAN ഫണ്ടിൽ നിന്നും നമുക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടുകയും അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ സംഖ്യ ഉൾപ്പെടുത്തി നമുക്ക് ഈ ലൈബ്രറി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് ആദരണീയനായ കെ.സി. ജോസഫ് MLA-യുടെ വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിങ്ങൾ ഫണ്ട് ലഭ്യമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വിവിധ ഏജൻസികളാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ള അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ രംഗത്തെ നമ്മുടെ എല്ലാം ഏറ്റവും ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാവും എല്ലാമായിട്ടുള്ള ശ്രീമാൻ ACAN-യുമായിട്ട് ശ്രീമാൻ കെ.സി. ജോസഫിനുള്ള ഏറ്റവും വ്യക്തിപരമായ ബന്ധവും അടുപ്പവും കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ACAN-ന് 50 ലക്ഷം രൂപ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ചത്. ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹം കെ.സി. ജോസഫ് സാറിനോട് ഞങ്ങളെല്ലാം ഈ സ്കൂളിലെ ഏറ്റവും മനോഹര പ്രദേശമാണ്. ഈ പ്രദേശത്തെ കുട്ടികളുടെ യാത്രാ സൗകര്യം വളരെയേറെ പരിമിതമാണ്, വലിയ പ്രയാസമാണ് സ്കൂളിൽ കുട്ടികൾക്ക് എത്താൻ. ഒരുപാട് മലയോര പ്രദേശങ്ങളിൽ ആണ് ഈ സ്കൂളിന്റെ ഫീഡിംഗ് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ഒരു വൈകല്യവും കൂടാതെ അദ്ദേഹം ഈ സ്കൂളിന് അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നമുക്ക് ബസ് അനുവദിച്ചു തന്നു. അപ്പോൾ ആ ബസ് വളരെ നന്നായി കുട്ടികൾക്ക് ഈ മലയോര പ്രദേശത്തെ കുട്ടികൾക്ക് വലിയൊരു സഹായമായിരുന്നു. ആ ബസ് നന്നായി സർവീസ് നടത്തി കുട്ടികളെ സ്കൂളിൽ ഇപ്പോൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഈ പരിപാടി നല്ലൊരു ഉത്സവ ചായയിൽ നടത്തേണ്ടതായിരുന്നു. നമുക്ക് ആളുകളെ അധികം വിളിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ പരിപാടി വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ളതിന് ഒരുപക്ഷെ ഈ സ്കൂളിൽ പങ്കെടുക്കുന്ന അവസാനത്തെ പരിപാടി ആയിരിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിങ്ങളോടൊപ്പം വളരെ നല്ല നിലയ്ക്ക് നിങ്ങളുടെ സ്നേഹത്തിലും സഹകരണത്തിലുമെല്ലാം നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വന്നു ഇവിടെ നമ്മുടെ ഈ സ്കൂളിൽ 1 ഏക്കർ സ്ഥലം വളരെ വനങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ ഹയർ സെക്കൻഡറി ബ്ലോക്കിന് പുറകിലുള്ള സ്ഥലത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ, അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. നമ്മുടെ ഈ ജില്ലയിലെ ഒരു സ്കൂളുകൾക്കും ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കാൻ 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടില്ല. കൊട്ടില ഗവൺമെന്റ് സ്കൂളിലെ 3 ഏക്കർ സ്ഥലമുണ്ട്, പക്ഷേ അവിടെ 10 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത്. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയത്തിന്റെ യാതൊരുവിധ
എന്താണ് ഭാവവ്യത്യാസവും കൂടാതെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും വളരെ അനുകൂലമായ സമീപനമാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ചപ്പോൾ ഞാൻ പ്രത്യേകമായി ഈ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുമേഷിനോട് ഉള്ള നന്ദിയും കൂടി ഞാൻ ഇവിടെ ഈ അവസരത്തിൽ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. കെ സി ജോസഫ് സാറിന് ഇനിയും പരിപാടികൾ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ടേം അവസാനിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അലക്സാണ്ടർ ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളോടെല്ലാം ഞാൻ അവരുടെ മുകളിലുള്ള ഒരു 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 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനോട് വിവിധമായ ആവശ്യങ്ങൾ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഭരണസമിതിയും ഇവിടെ പുഷ്പ മെമ്പറെല്ലാം ഉണ്ട്. ആവശ്യപ്പെട്ടപ്പോൾ അതിനോടെല്ലാം വളരെ അനുഭാവപൂർവമായ സമീപനമാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട കഴിഞ്ഞ വർഷം മാത്രം 15 റോഡുകൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം പുളിക്കൽ ഗ്രാമപഞ്ചായത്തിനകത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 2.5 കോടി രൂപയോളം റോഡുകൾക്ക് മാത്രം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 25 കോടിയോളം രൂപ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിവിധ പദ്ധതികൾക്കായി നമ്മുടെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷന്റെ അകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി ഞാൻ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്കകത്തെല്ലാം നമുക്കറിയാം ഇവിടെ ഈ സ്കൂളിന്റെ ഇത് ഒക്കെ ആണെങ്കിലും ഇത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ക്ലാസ് മുറികൾ ഇവിടെ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ടാകും. ഞങ്ങളെല്ലാം ഇവിടെ പിരിഞ്ഞു പോവുകയാണെങ്കിലും കെ സി ജോസഫ് സാറും ഇവിടെ ഈ നിലയ്ക്ക് കുറെ അദ്ദേഹത്തിന്റെ ഈ പ്രാവശ്യത്തെ ടൈം അവസാനിക്കാൻ ഇനിയും കുറച്ച് നാളുകൾ കൂടിയുണ്ട്. 5-6-7 മാസങ്ങൾ കൂടി ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ബഹുമാനായ കെ സി ജോസഫ് അവിടെ ഒരു ചെറിയ അഭ്യർത്ഥന വെക്കാനുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ സ്കീമിൽ ഉൾപ്പെടുത്തി. അത് വളരെ അധ്വാനം ചെയ്തിട്ടാണ് വളരെ ഒരു വലിയ ഒരു പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് ഒരു പ്രൊജക്ട് കൊണ്ടുവന്നപ്പോൾ ആ പ്രൊജക്ട് ഞങ്ങൾ സമയത്ത് മനസ്സിലാക്കുകയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അകത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ പുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അതിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ ഞങ്ങൾ എല്ലാവരുടെയും സഹായം ഞാനതിന് നോബിൾ സാറിനോട് വിവരം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിനാവശ്യമായിട്ടുള്ള DPR-ഉം എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും എല്ലാം ഉണ്ടാക്കി വളരെ നന്നായി എല്ലാവരും എഫർട്ട് എടുത്തു. ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരമാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും എഞ്ചിനീയർമാരും സെക്രട്ടറിമാരും എല്ലാം സംസാരിച്ച് 50 ലക്ഷം രൂപ നമുക്ക് ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമിന്റെ ഈ സ്കൂളിൽ നേടിയെടുക്കാൻ സാധിച്ചു. അതിന്റെ കെട്ടിടത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു 50 ലക്ഷം രൂപയും കൂടെ അല്ലെങ്കിൽ അതൊരു 14 ലക്ഷം 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ അപ്സ്റ്റെയറും കൂടെ നമുക്ക് പൂർത്തീകരിച്ചാൽ പൂർണ്ണമായും നമുക്ക് ഇവിടുത്തെ കെട്ടിടത്തിന്റെ പ്രയാസം നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് കെ സി ജോസഫ് എംഎൽഎയുടെ സഹായം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കിഫ്ബിയിൽ നിന്നും കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ടിന്റെ അകത്തും 1 കോടി രൂപ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ DPR മറ്റു കാര്യങ്ങളും എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആ സംഖ്യ കൂടി വെച്ചാൽ 1 കോടിയുടെ കെട്ടിടവും അതിന്റെ അപ്സ്റ്റെയറും കൂടി ആയാലും ഇവിടെ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ബിൽഡിങ്ങുകളുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കും. ആ CCTV-യുടെ സംവിധാനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വൈദ്യുതി വലിയൊരു പ്രശ്നമാണ്. സോളാർ വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി ഇവിടെ സോളാർ ഇലക്ട്രിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള സോളാർ പാനലുകളെല്ലാം സ്ഥാപിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 1300 കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണകാലഘട്ടത്തിൽ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നല്ല മുന്നേറ്റം നടത്താൻ എല്ലാവരുടെയും സഹകരണത്തിൽ സാധിച്ചത് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ ഈ കാര്യങ്ങൾക്കെല്ലാം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ വന്ന പലവട്ടങ്ങളിൽ സ്കൂളിൽ പല കാര്യങ്ങൾക്കും വന്നപ്പോൾ എന്നോട് വളരെ സ്നേഹപൂർണ്ണമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഇവിടുത്തെ PTA കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി, അദ്ദേഹം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ശമ്പളമില്ലാത്ത അധ്യാപകൻ. ആ കാര്യങ്ങൾക്ക് വളരെ നന്നായി പ്രവർത്തിക്കുന്ന സി അബൂബക്കർ ഹാജി, അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ പ്രിയകരിയായിട്ടുള്ള ഗൗരി ടീച്ചർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ ഗൗരി ടീച്ചർ എന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, ഷെയറിയും പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരി ടീച്ചർ വളരെ നല്ല നിലക്കുള്ള ഒരു
മാതൃകാപരമായ നല്ല കുട്ടികൾക്ക് നമ്മുടെ ഈ നാട്ടിലുള്ള നല്ല ഈ സ്കൂളിലുള്ള നല്ല നേതൃത്വമാണ് നൽകുന്നത്. അവരോട് ഉള്ള പ്രത്യേകമായ നന്ദി കൂടി ഞാൻ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിയയായിട്ടുള്ള വിമല ടീച്ചർ വളരെ സൗമ്യമായി ഏത് കാര്യത്തിനും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ സ്കൂളിന്റെ കാര്യങ്ങൾ എന്നോട് വിളിക്കുകയും ആലോചിക്കുകയും എല്ലാ കാര്യങ്ങൾക്കകത്തും ആവശ്യമായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങളും നല്ല നിലയ്ക്കുള്ള സമീപനം കൊടുത്തുള്ള വിമല ടീച്ചറോടുള്ള പ്രത്യേകമായ നന്ദി കൂടി ഞാൻ ഈ സ്വാഗത ഭാഷണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ MLA കാര്യം ഞാൻ പറഞ്ഞു. ഇവിടുത്തെ PTA കമ്മിറ്റിയുടെ അംഗങ്ങൾ, ഞാൻ ആളുടെ പേരെടുത്ത് പറയുന്നില്ല, മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഈ പാർക്കിന്റെ കാര്യം ആലോചിച്ചപ്പോൾ ഈ പാർക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ വളരെ താല്പര്യപൂർവ്വം സ്കൂളിലെ കാര്യങ്ങൾക്കകത്ത് വരുന്ന ശ്രീ പൂമല ജോസിയുടെ പാർട്ടി നമ്മുടെ ജൈവവൈദ്യ പാർക്കിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ആണ് ഈ പാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്തെല്ലാം കുറേയേറെ സാങ്കേതികമായി ഇതിന്റെ കാര്യങ്ങൾക്കകത്തെല്ലാം കുറേയേറെ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മൾ ശ്രീ ജോസിയാടനും ഇവിടെയുള്ള PTA കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് നോമിനി സാർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നമ്മുടെ MLA PS സാർ ഇവിടുത്തെ മുൻ അധ്യാപകൻ, ഇവിടുത്തെ അധ്യാപകൻ തന്നെയാണ്. അദ്ദേഹം ഈ സ്കൂളിന്റെ കാര്യങ്ങൾക്ക് അദ്ദേഹം ശ്രദ്ധിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എല്ലാവരോടും ഞാൻ പ്രത്യേകിച്ച് സ്വാഗത ഭാഷണത്തിന്റെ അകത്ത് എനിക്കുള്ള ഇവിടെ ഒരു വിടവാങ്ങൽ എന്നുള്ള നിലയ്ക്ക് അതിന്റെ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും കൂടി ഞാനിവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞു ഉദ്ഘാടകൻ KC ജോസഫിനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രിൻസിപ്പൽ ഗൗരി ടീച്ചറെയും വിമല ടീച്ചറെയും PTA പ്രസിഡന്റിനെയും ജോസിയാടിനെയും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട ശ്രീ ഷൺമുഖൻ, എന്നൊക്കെ വലിയ സഹായകരമായ നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ളതിലേക്ക് ശ്രീ ഷൺമുഖനും ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്നോടുള്ള പ്രത്യേകമായ ഒരു താല്പര്യവും പരിഗണനയും എല്ലാം എനിക്ക് നൽകിയ ഒരാളാണ് ഷൺമുഖനും. പ്രത്യേകിച്ച് അദ്ദേഹത്തെയും എല്ലാവരെയും ഞാൻ 50 ലക്ഷം രൂപയാണ്, ചെറിയ കാര്യമല്ല, നമ്മൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചത്. അതിൽ നിന്നും നമ്മൾക്ക് ഈ ഒരു ബിൽഡിംഗ്, അതായത് ലൈബ്രറി കെട്ടിടവും കൂടി പണിയുന്നതിന് നമുക്ക് സാധിച്ചു. അത് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ 8 മാസക്കാലമായി COVID-19 ഇതിൻ്റെ ഒരു ഭാഗമായി ജീവിതത്തിലേറെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ച് കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾക്ക് എന്താ പറയേണ്ടത്, COVID-19 ആണ് എന്നും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനോ നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിൽക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വീടുകളിലാണ് എങ്കിൽ പോലും കുറച്ച് നാളുകൾക്ക് ശേഷം അവർ വീണ്ടും ഈ വിദ്യാലയ അങ്കണത്തിലേക്ക് എത്തിപ്പെടും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിന്റെ പരിസരവും അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് എല്ലാവരും കൂടി കൂട്ടായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ച് ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഏതാണ്ട് 5-8 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ നിന്നും വിടവാങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ജൈവ വൈവിധ്യ പാർക്കിന്റെ ഉദ്ഘാടന വേളയിൽ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവസാന രീതിയിലുള്ള ഒരു ഇത്, പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത് വീണ്ടും ഒരു അവസരമാണ്. അതും അതിലേക്ക് കടന്നു വരുവാനായിട്ട് മെഡിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്ന് അനുവദിച്ച 50 ലക്ഷം രൂപയിൽ സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തിയായി ബാക്കി വന്ന 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ ലൈബ്രറി കെട്ടിടം നിർമ്മാണം പൂർത്തിയായത്. അങ്ങനെ 50 ലക്ഷം രൂപയിൽ പൂർണ്ണമായി ചിലവഴിച്ച് സ്കൂളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശേഖരൻ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് പൂർണ്ണമായി ചെലവഴിക്കാൻ സാധിച്ചു. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ നമ്മളെ സമ്പൂർണ്ണമായില്ലെങ്കിലും വളരെയേറെ മുമ്പോട്ടുണ്ട്. ഈ സ്കൂളിലെ 3-4 വിദ്യാർത്ഥികൾ തന്നെ പൂർവ്വ വിദ്യാർത്ഥി രീതിയിലെത്തിയിട്ടുണ്ട്. അവർ പഠിച്ച കാലത്തെ സ്കൂളിൻ്റെ അവസ്ഥയും, അതായത് ഞാൻ MLA ആയ 1982 മുതലുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാവുന്നതുണ്ട്. പ്രകടമായ വലിയ മാറ്റം സ്കൂളിലുണ്ടായി. സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി, മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടായി. ഇനിയും സമ്പൂർണ്ണമായ ആവശ്യങ്ങൾ എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വളരെയേറെ മുമ്പിച്ച മാറ്റം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ 1 കോടി മാറ്റിവെച്ച ഒരു സ്കൂളാണിത്. പക്ഷെ അതിൻ്റെ DPR തയ്യാറായി വരുന്നതേ ഉള്ളൂ. ഓരോ താമസം ഉണ്ടാവായിരിക്കും. അതായാലും അതുകൂടി പൂർത്തിയാകുമ്പോൾ സാമാന്യ തൃപ്തികരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്കൂൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും പാഠ്യേതര പ്രവർത്തനങ്ങളിലും
മെച്ചപ്പെട്ട ഒരു റെക്കോർഡ് കൈവരിക്കാനും കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂൾ ഉണ്ടായിരുന്നതാണ് ഏറ്റവും തൃപ്തികരമായ കാര്യം. കഴിഞ്ഞ ഒരു 7-8 മാസക്കാലം നമ്മളെല്ലാം വലിയ പ്രയാസം നേരിടുന്ന കാലഘട്ടം. ഇപ്പോൾ ഈ അധ്യയന വർഷം ഇതുവരെ ക്ലാസ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അവശേഷിക്കുന്ന 3 മാസക്കാലം ക്ലാസ് ആരംഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് നമ്മുടെ സാഹചര്യമില്ല. ഓൺലൈൻ ക്ലാസ്സുകളുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം മലയോര മേഖലയിൽ ഈ അടിസ്ഥാനമായ റേഞ്ച് സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് പല കുട്ടികൾക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് പോലും സാധിക്കുന്നില്ല. അവർ കോൾ വിളിച്ചാൽ കിട്ടുന്നില്ല, വാട്സാപ്പ് സൗകര്യങ്ങൾ കിട്ടുന്നില്ല, വൈഫൈ സൗകര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പേരിന് വേണ്ടി ഓൺലൈൻ ക്ലാസ് പറയാമെന്നല്ലാതെ ആ രംഗത്ത് ഒരു പകരമായി കാണാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഏതായാലും ഈ അധ്യയന വർഷം നമുക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് നാം മുമ്പോട്ട് പോകുന്നത്. ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവരുടെ എല്ലാം കാലാവധി പൂർത്തിയാക്കാൻ ഇനി 2 ദിവസങ്ങൾ കൈവന്നു കൃത്യമായിട്ട്. ഇവിടെ തോമസ് ചൊല്ലി പറഞ്ഞു, ഞാൻ പിന്നാലെ ഉള്ളതാണ്. കാരണം എനിക്ക് കൈവരണം മാസങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് ദിവസങ്ങളേ ഉള്ളൂ. ഏതായാലും ഈ കലാലയത്തിൻ്റെ അടക്കം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഇവർ ഓരോരുത്തരും വഹിച്ച പങ്ക് വളരെയേറെ അഭിമാനകരമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷർലി അലക്സാണ്ടർ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഈ 5 കൊല്ലക്കാലം 2 ക്രൈസിസിനെ മുന്നേറ്റം. പ്രളയത്തിന്റെ കെടുതികൾ, കോവിഡിന്റെ ദുരന്തങ്ങൾ. പ്രളയത്തിന്റെ കെടുതികൾക്കൊക്കെ നമുക്കൊരു മുൻ അനുഭവങ്ങളുണ്ട്. എന്താണ് ചെയ്യുന്നത് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കും. പ്രളയം നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ പ്രളയം വന്നാൽ എന്താണ് ചെയ്യുന്നൊരു ധാരണ നമുക്ക് എല്ലാവർക്കും. പക്ഷെ കോവിഡ് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ആർക്കൊരു ധാരണയുണ്ട്. ആദ്യം വിചാരിച്ചു 1 മാസത്തെ പിന്നെ ടോട്ടൽ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ മാറും വിചാരിച്ചു. അത് മാറിയില്ല. പിന്നെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ട് പോയി. പിന്നെ ലോക്ക്ഡൗൺ വേണമെന്ന് വെച്ചു. ഇപ്പോൾ രോഗവ്യാപനത്തിന് കുറവില്ല. പിന്നെ എല്ലാവരും പൊരുത്തപ്പെട്ട് ഇനിയിപ്പം മരുന്ന് പോലെ വളർന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. വേറെ മാർഗങ്ങളില്ല. അപ്പം ആ ഒരു ദുരന്ത കാലഘട്ടം ഞാൻ വളരെയേറെ അഭിമാനത്തോട് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷർലി അലക്സാണ്ടറും പഞ്ചായത്ത് കമ്മിറ്റിയും വഹിച്ച പങ്ക് ഞാനൊരു ഭംഗിവാക്ക് പറയുന്നില്ല, വളരെയേറെ തൃപ്തികരമായിരുന്നു, വളരെയേറെ അഭിമാനകരമായിരുന്നു. ഇവിടെ നമുക്കൊരു മുൻഒരുക്കങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിക്കാനല്ല മുന്നോട്ട് പോയത്. എവിടെ വരെ പോകാൻ സാധിക്കും, എവിടെ വരെ എന്തെല്ലാം ചെയ്യേണ്ടത്, യാതൊരു നിർത്തങ്ങളില്ല. അപ്പം ആ അവസരത്തിലൊക്കെ ആ പ്രയാസങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ അതിനുവേണ്ടി അക്ഷരാർത്ഥത്തിൽ 24/7 എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെല്ലാം പൂർണ്ണമായും സജീവമായ പ്രവർത്തനങ്ങൾക്കായിരുന്നു. ആ രംഗത്ത് ഉളിക്കൽ പഞ്ചായത്ത് കൈവരിച്ച മികച്ച നേട്ടങ്ങളുടെ നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ അഭിനന്ദിക്കുകയാണ്. ഇപ്പം ചുരുങ്ങിയ യോഗമാണെങ്കിലും ഇനി ഞങ്ങളെല്ലാവരും ഒരുപോലെ വേദിയിരിക്കാൻ അവസരമുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വേദി കാണുന്നില്ല. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ ഇലക്ഷൻ എടുക്കാവുന്നതേ പോകും. അപ്പം അതുകൊണ്ട് ഞാൻ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ പടിയിറങ്ങുമ്പോൾ അഭിമാനപൂർവ്വം പടിയിറങ്ങാൻ സാധിക്കും. കാരണം അത്രയേറെ വികസന രംഗത്താണെങ്കിലും അതുപോലെ പ്രളയക്കെടുതികളുണ്ടായപ്പോഴും കോവിഡിന്റെ കാലഘട്ടത്തിൽ വഹിച്ച സുത്യർഹമായ പങ്ക് നമുക്കറിയാം. കടകളൊക്കെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ വളരെ എതിർപ്പാണ്. നമ്മുടെ ആദ്യ തീരുമാനമല്ല. രോഗവ്യാപനം തടയാൻ ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇഷ്ടത്തോടു കൂടിയാണ്, അനിവാര്യമായിട്ടുള്ള തീരുമാനിക്കുന്നത്. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ ബോധ്യപ്പെടുത്താനും അതുപോലെ ജനങ്ങളെ സമരസപ്പെടുത്താനും അവരുടെ സഹകരിച്ചു പോകാൻ സാഹചര്യം ഉണ്ടാക്കാനും എല്ലാം കഴിയുമെന്നത് തീർച്ചയായും വളരെയേറെ തൃപ്തികരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷർലിക്കും ഷർലി നയിക്കുന്ന ടീമിനും പഞ്ചായത്ത് മെമ്പർമാർക്കും അഭിമാനപൂർവ്വം പോകാൻ സാധിക്കും. ഈ പടി ഇറങ്ങുമ്പോൾ തോമസ് വർഗീസ് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജില്ലാ പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ നാടിന്റെ വികസന കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും പരമാവധി നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തോമസ് വർഗീസ് തന്നെ കണക്കിലുള്ള 10 റോഡുകളുടെ കാര്യം പറഞ്ഞു, പഞ്ചായത്ത് സ്കൂളിന്റെ കാര്യം പറഞ്ഞു. ഏതായാലും ആ കാര്യത്തിലൊക്കെ വളരെ മികച്ച പങ്കാണ് തോമസ് വർഗീസ് വഹിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് കുറവുള്ള സംവിധാനമാണ്. എങ്കിലും ശ്രീ ഷൺമുഖനാണെങ്കിലും
ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണം ഞാനിവിടെ നന്ദിയോട് അനുസ്മരിക്കുകയാണ്. നമ്മൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും വികസന കാര്യങ്ങൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൂട്ടായി പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതായി ഞാൻ അറിയിക്കുകയാണ്. ഏതായാലും നമ്മുടെ നിർമ്മാണം പൂർത്തിയായി. ഈ 1 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് കൂടി എത്രയും വേഗം ഗവൺമെന്റ് പുറപ്പെടുകയും തോന്നുന്നു. അത് പൂർത്തിയായാൽ നമുക്ക് വളരെയേറെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകും തീരുമാനിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം കഴിഞ്ഞ് അടുത്ത വർഷം മുതലെങ്കിലും നമുക്ക് നന്നായി പോകാൻ സാഹചര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശരിയാക്കിയാൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷപൂർവ്വം ഈ ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിന്റെ വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉദ്ഘാടനം ഇനി MLA സാർ ഇതിനും പറഞ്ഞതുപോലെ തന്നെ പൊതുവേദികളിൽ ചിലപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ ഒരു സമയം അടുത്ത 5-ാം തീയതിയോ 6-ാം തീയതി ആയിട്ട് ചിലപ്പോൾ പ്രഖ്യാപനം നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി ഇങ്ങനെയൊരു ചടങ്ങിൽ ചിലപ്പം പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ സാധിക്കുന്നു വരില്ല. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സമയത്ത് നമുക്ക് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അതിനകത്ത് നമ്മുടെ കരാറടക്കം ഉള്ള ആളുകളുടെ ഇടപെടൽ ഇതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ആ വർക്ക് ചെയ്ത ആൾ തന്നെയാണ് ഈ വർക്കും ചെയ്യാൻ തയ്യാറായത്. അപ്പൊ അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് വിദ്യാലയത്തിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ പ്രശംസനീയമായ കാര്യമാണ്. ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതിന്റെ ഈ ചടങ്ങിന് എല്ലാവിധ നന്മയും ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമൻ സർ സ്കൂളിൻ്റെ എല്ലാം തന്നെയായിരുന്നു, ആണ്, ഇന്നുമാണ്. ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അനുഭവങ്ങൾ വെച്ച് വളരെയധികം മാറ്റങ്ങൾ തന്നെ KC സാർ പറഞ്ഞതുപോലെ വളരെയധികം മാറ്റങ്ങൾ 1982 മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ആ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മാറ്റങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതുണ്ട്. ഞങ്ങൾ അതിന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 കെട്ടിടം കൂടി ഞങ്ങളുടെ ഓഫീസ് കെട്ടിടം, ഇപ്പോൾ സാർ കയറിയിരുന്ന ഓഫീസ് കെട്ടിടം സാർ കണ്ടതാണ്. അത് വളരെ പരിതാപകരമാണ്. അത് എപ്പോഴാണ് ഞങ്ങൾ അതിലേക്ക് വീഴുകയെന്ന് പറയാനാവില്ല. അപ്പോൾ അതും അതോടൊപ്പം ഒരു ഇപ്പോൾ കിഫ്ബിയുടെ വർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടിയതിന്റെ മുകളിൽ ഒരു റൂം കൂടെ, ഒരു ബിൽഡിംഗ് കൂടെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂള്, നമ്മുടെ സ്കൂള് ഇത് ഒരു നല്ല സ്കൂളായി, ഈ ഏരിയയിൽ തന്നെ നല്ല സ്കൂളായി കാണാൻ കഴിയും. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% തന്നെ വിജയം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ +2 സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഞങ്ങൾ തീരെ പുറകെയല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ബിൽഡിംഗ് കൂടി കിട്ടുകയാണെങ്കിൽ ഒരു വലിയ ഉപകാരം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ 50 ലക്ഷം രൂപ പാസ്സാക്കി കിട്ടി നമ്മുടെ സ്കൂളിന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അതുപോലെ തന്നെ നല്ലൊരു ലൈബ്രറി, റീഡിംഗ് റൂം നിർമ്മിക്കാൻ ഒരു സൗകര്യം ചെയ്തു തന്ന KC സാർ അങ്ങേയറ്റം ഞങ്ങൾ നന്ദിയോട് സ്മരിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് ഇനി വേണ്ടത് വരുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് കുറച്ച് ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കാണ്ട് അതൊന്നും നമ്മൾ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഏതായാലും ഈ ഒരു സൗകര്യം ചെയ്തു തന്നതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നടത്തുന്നു. നമുക്ക് വളരെ കാലത്തെ ആഗ്രഹമാണ് സാധിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വായനാ സൗകര്യം തീരെ ഇല്ലാത്ത, എവിടെ ഇരുന്ന് വായിക്കണം, പത്രം വായിക്കാൻ പോലും ഉള്ള സൗകര്യം ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല. ഇനിയും ഇത് കുറച്ചും കൂടി മുടി പിടിപ്പിക്കേണ്ടതുണ്ട്. വയറിങ് ചെയ്തിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും ഇരുന്ന് വായിക്കാനുള്ള ഒരു സൗകര്യം ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. അതോടൊപ്പം ഞാൻ നമ്മുടെ MLA വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നമുക്ക് കുറേയേറെ കെട്ടിടങ്ങളും നമ്മുടെ ക്ലാസ് മുറികളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇനിയും നമുക്ക് കുറേയേറെ ആവശ്യങ്ങൾ ഇനിയുമുണ്ട്. അതും കൂടി ഞാനിന്ന് ഈ സന്ദർഭത്തിൽ സാറിനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചോർന്നൊലിക്കുന്ന ഒരു ഓഫീസ് റൂമാണ് നമുക്കുള്ളത്. എല്ലാ വർഷവും ഷീറ്റ് വാങ്ങി കെട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫിന് ഇരിക്കാൻ ഒരു സൗകര്യമില്ല. പിന്നെ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാ കുട്ടികളെയും വെച്ച് ഒരു പരിപാടി നടത്താനുള്ള സൗകര്യം അതും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇത്രയും നാളാണ് ഇപ്പോൾ അവിടെ വെച്ചായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. ഇപ്പോൾ അവിടെ ക്ലാസ് റൂമുകളായിട്ട് തിരിച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട്
ഒരു പരിപാടി നടത്താനുള്ള സൗകര്യം തീരെ ഇല്ല. എന്തെങ്കിലും കുട്ടികൾക്ക് പ്രചോദനപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് ലഭിക്കാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. പിന്നെ ഗേൾസിന് ഒരു ടോയ്ലറ്റ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ബോയ്സിനാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ അപര്യാപ്തതയാണുള്ളത്. പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും അത് അറ്റാച്ച്ഡ് ബാത്റൂം അടക്കമുള്ള റൂമായിരുന്നു വേണ്ടത്. അങ്ങനെയുള്ള ഒരു സൗകര്യവും നമ്മുടെ വിദ്യാലയത്തിൽ ഇല്ല. ഇങ്ങനെ ആവശ്യങ്ങൾ ഇനിയും സാറിനോട് ബോധിപ്പിക്കുകയാണ്. ഇനിയുള്ള സന്ദർഭത്തിൽ നമ്മളെ ഒന്നുകൂടി സഹായിക്കണമെന്നാണ് പറയുന്നത്. സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ബസ് ഏറെ പ്രയോജനപ്രദമാണ്. മലയോര മേഖലയിലുള്ള കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ വളരെ സഹായകരമാണ്. ഇങ്ങനെയുള്ള സഹായങ്ങൾ ഇനിയും സാറിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെയേറെ നീട്ടുന്നില്ല. വിലയേറിയ സമയം ചെലവഴിച്ച് ഇവിടെ എത്തിച്ചേർന്ന സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു, പ്രധാനപ്പെട്ട അഭിലാഷമായിരുന്നു നമുക്കൊരു ബസ് അനുവദിച്ചു തരിക എന്നുള്ളത്. അത് എനിക്ക് എംഎൽഎയുടെ ശക്തമായ എംഎൽഎയുടെ തന്നെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഈ മലയാള മേഖലയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. എനിക്ക് ഒരുപാട് കുട്ടികൾ ആ ബസ്സിനെ ആശ്രയിച്ച് തന്നെ ഇവിടെ എത്തുന്നുണ്ട്. കുട്ടികളുടെ എനിക്ക് തോന്നുന്ന സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കൂടാനും അത് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ഇവിടുത്തെ മേഖലയിലൊക്കെ. അതുപോലെ തന്നെയാണ് നമുക്ക് തന്നെ അറിയാം, നമുക്ക് സ്കൂളിൻ്റെ കെട്ടിടത്തിന് അപര്യാപ്തത ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അക്കാദമി അവരുടെ ഫണ്ടിൽ തന്നെ നമുക്ക് 50 ലക്ഷം അനുവദിച്ചു തന്നു. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ബാക്കി വന്നിട്ടുള്ള ലൈബ്രറി കെട്ടിടത്തെ മാറ്റിവെക്കുന്നതിന് സാർ വളരെ താല്പര്യം കാണിച്ചു. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സാറിൻ്റെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എണ്ണിയാൻ തീരാത്ത പ്രവർത്തനങ്ങളാണ്. ഈ അടുത്ത് തന്നെ നമുക്ക് ഒരു ലൈബ്രറി പാർക്കുന്നത് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയാൻ തീരാത്ത കാര്യങ്ങളാണ്. അതിന് നമുക്ക് വേണ്ടി ഏറ്റവും നന്നായി പരിശ്രമിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മൾ തോമസ് സർവീസ് അവരുടെ നന്ദി നടത്തുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെയാണ് നമുക്ക് കിട്ടിയ ന്യൂനപക്ഷ ആ ബിൽഡിങ്. അതിന് മുൻകൈയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വകുപ്പിൽ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സഹകരണവും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വികസനവും പറ്റി നമ്മളോട് ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്ത് ഒരാളെ മീറ്റിംഗ് പ്രസിഡന്റ് നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ സ്കൂളുകളിൽ എത്തുമായിരിക്കുന്നു. ഓരോ പ്രിൻസിപ്പൾ HM എല്ലാവരും ഈ അവസരത്തിൽ നന്ദിയോടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലത്തെ സ്വപ്നമായിരുന്ന നല്ലൊരു ലൈബ്രറിയുള്ള സ്ഥാപനം. നമുക്കറിയാം, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ വളരെ മികച്ച സ്കൂളിൽ ഒന്നായ നമ്മുടെ സ്ഥാപനം കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ചോർന്നലിക്കുന്ന കെട്ടിടങ്ങളും പരിതാപകരമായ ഒരവസ്ഥയുമാണുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ ആദരണീയനായ KC ജോസഫ് MLA അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകാരുടെയൊക്കെ സഹകരണത്തോടെ ഇന്ന് നമുക്കറിയാം, ഒരു ഹയർ സെക്കൻഡറിയുടെ 50 ലക്ഷത്തിൻ്റെ ഒരു ബ്ലോക്ക് അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് നമ്മൾ നല്ലൊരു ബ്ലോക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികൾ വളരെ അകലെ നിന്ന് മലയോര മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു പഠന കേന്ദ്രമാണ് നമ്മുടെ സ്ഥാപനം. അപ്പോൾ അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരുപാട് കാലത്തെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ MLAയുടെ ശ്രമഫലമായിട്ട് നമുക്കൊരു സ്കൂൾ ബസ് അനുവദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇന്ന് നമുക്ക് 50 ലക്ഷം രൂപയിൽ പണി കഴിപ്പിച്ച ഇപ്പോൾ 4 ക്ലാസ് റൂമുകൾ മനോഹരമായ ക്ലാസ് റൂമുകളിൽ ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് 10 ലക്ഷം രൂപയുടെ അതിന് ബാക്കി 10 ലക്ഷം രൂപയിൽ ഇന്ന് നമുക്ക് ലൈബ്രറി ഹാൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തന്ന അദ്ദേഹത്തോട് അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ സഹകരണങ്ങളും തന്നിരുന്ന PTA ഇവരോടൊക്കെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗികമായി വളരെ തിരക്ക് പിടിച്ച ഈ സമയത്തിനിടയിലും നമ്മുടെ വളരെ സന്തോഷകരവും ലളിതവുമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ നമ്മുടെ ആരാധനായ MLA KC ജോസഫ് അവരുടെ ഞാൻ വിനയപൂർവ്വം നന്ദി പറയുകയാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ 5 വർഷക്കാലം നമ്മോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരുപാട് വികസനങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ
പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് അവസ്ഥയിൽ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും കൂടി വന്ന് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും സഹകരണങ്ങൾ തരാറുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അവരെ ഞാൻ വിനിയോഗം എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൺമുഖൻ അവർക്ക് എപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ ഒരു സ്ഥിര ആർഗമായിട്ട് ഏത് പ്രവർത്തനത്തിനും നമ്മളോട് സഹകരിക്കുന്നതാണ്. അവരോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അപ്പോൾ സ്കൂളിൻ്റെ വികസനം 5 കമ്പ്യൂട്ടറിൻ്റെ ഓർഡറായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ പ്രിയങ്കരനായ MLA-ക്ക് നേരിട്ടൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം. അപ്പോൾ അദ്ദേഹം അതും അനുഭാവപൂർവ്വം നമ്മളോട് പരിഗണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ അതിനും ഞാൻ പ്രത്യേകം കടപ്പാടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതായത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും ആവശ്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടൊരു മെയിൻ കാലത്തേക്ക് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ ജനറലായിട്ടൊരു PTA മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്താനാവുന്നില്ല. അപ്പോൾ അതിനും അദ്ദേഹത്തിൻ്റെ അതായത് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്, സാറ് പരിഗണിക്കണം. അപ്പോൾ ഈ PTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ എല്ലാ ഫംഗ്ഷനുകളും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു PTA-ആണ്. ഇപ്പോൾ PTA ഭാരവാഹികൾ PTA പ്രസിഡന്റിനോട് ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ചടങ്ങ് മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ചടങ്ങ്